ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ്, അങ്ങേക്ക് 5 മിനിറ്റ്. സോ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിതമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സർക്കാർ കണ്ടില്ല എന്നടിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭയിൽ എത്രയോ വട്ടം ചർച്ചകളുണ്ടായി. നടപടികൾ ഉണ്ടാവുമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ആവർത്തിച്ചുള്ള ഒരേ മറുപടി മാത്രമാണ് ഉണ്ടാവും, ഒരു നടപടിയും വരുന്നില്ല എന്നതാണ്. സാറേ, ഇത് ഒട്ടനവധി ഇതൊരു സാമൂഹിക പ്രശ്നമായി ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വന്യജീവികളുടെ ആക്രമണം തടയുവാനും ഏതെങ്കിലും രീതിയിൽ അപകടം പറ്റുന്നവരെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്, ഗവൺമെൻറ്റിനാണ്. പക്ഷേ അക്കാര്യത്തിൽ ഗവൺമെൻറ് സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ആക്ട്, വൈൽഡ് ആനിമൽസ് ആക്ട് 1980, അത് പ്രകാരമാണ് വന്യജീവി ആക്രമണങ്ങളിൽ മരണമടയുന്നവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത്. ഈ ഗവൺമെൻറ് നിങ്ങളുടെ ഈ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയിൽ 336 അപകട മരണങ്ങൾ വന്യജീവി ആക്രമണങ്ങളാൽ ഉണ്ടായി. ഈ കഴിഞ്ഞ ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായൊരു വിഷയം, അങ്ങ് തന്നെ നൽകിയ മറുപടിയിൽ 2021, 22 മുതൽ 23, 24 വരെ 6773 നഷ്ടപരിഹാര അപേക്ഷകൾക്ക് മേൽ യാതൊരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല സാർ. ഇതിനകത്ത് വന്യജീവികളുടെ ആക്രമണങ്ങൾ, കൃഷിനാശം ഉൾപ്പെടെയുള്ള കേസുകളാണ്. 6773 അപേക്ഷകൾ. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് സാർ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആവർത്തിച്ച് ഇവിടെ MLA-മാരടക്കം ഈ വിഷയങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്നു. നിയമസഭയിൽ വിവിധ തലത്തിൽ ഈ ഫ്ലോറിൽ ഇത് കടന്നു വരുന്നു. മന്ത്രി അക്കാര്യത്തിൽ മറുപടി നൽകുന്നതല്ലാതെ പിന്നീട് ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നില്ല. ഏറ്റവും ഗുരുതരമായൊരു വിഷയം, അവർക്ക് കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വളരെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ 968 അപകട മരണങ്ങളാണ് 2016 മുതൽ ഇന്നേ വരെ ഉണ്ടായിരിക്കുന്നത്. സാർ, ഇതിനോടൊപ്പം തന്നെ ഈ കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള ശാസ്ത്രീയമായ നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് കൃത്യമായൊരു പരിശോധന കാര്യത്തിലുണ്ടാവണം. ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു പ്രശ്നം, നമുക്ക് ഇന്ന് നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന വനംവകുപ്പിൻ്റെ വീഴ്ച മൂലം ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന നാട്ടാനകളുടെ അഭാവം ഇന്ന് ക്ഷേത്ര ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലടക്കമുള്ള കാര്യങ്ങളിൽ ആനകൾ എഴുന്നള്ളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആനകളുടെ അഭാവം ഉണ്ടാകുന്നു. മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ അങ്ങനെ ഒരു കുറവിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം 8000-ത്തിലടുത്ത് ഉത്സവങ്ങൾ കേരളത്തിലുണ്ട്. വിവിധ ദേവാലയങ്ങളിലെ പെരുന്നാളുകൾ, മുസ്ലിം ദേവാലയങ്ങളിലടക്കം. അവിടെ ഇതിനെല്ലാത്തിനും കൂടി ചേർന്ന് 300-ൽ താഴെ ആനകളെ ഉള്ളൂ എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ മറുപടിയിലുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, ഇത്രമാത്രം ഉത്സവങ്ങളിലേക്ക് വരുമ്പോൾ ഈ ആനകളെ എവിടെ നിന്ന് എത്തിക്കാൻ കഴിയും? അപ്പോൾ ഇതുകൊണ്ട് ഇത് അമിതമായ രീതിയിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു. അതിൻ്റെ ആരോഗ്യം അപകടകരമായ നിലയിലേക്ക് മാറുന്നു. ആനയുടെ അടക്കമുള്ള എത്രയോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 50 വയസ്സിന് മുകളിൽ പ്രായം ചെന്ന് നിൽക്കുന്നതുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് പരിഹരിക്കാൻ എന്ത് ക്രിയാത്മകമായ ഇടപെടൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുകയും ഒപ്പം തന്നെ ഇതുപോലെയുള്ള നമ്മുടെ സാംസ്കാരികതയുടെ ഭാഗമായ ഉത്സവങ്ങൾക്ക് നാട്ടാനകളുടെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ഉണ്ടാവണം. ഒപ്പം തന്നെ ഈ വിവിധ കോന്നി, കോട്ടൂർ അടക്കമുള്ള മേഖലകൾ, അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ക്യാമ്പുകളാണ്. അവിടെ ആനകൾ ചെരിയുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനകത്ത് വലിയ ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ട്. അക്കാര്യത്തെ സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. സാർ, ക്ഷീരവികസന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് പദ്ധതികൾ ധാരാളമുണ്ട്. ഇവിടെ പ്രതിപാദിച്ച പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ പദ്ധതികൾക്കൊരു കുറവുമില്ല. പക്ഷേ ക്ഷീരകർഷകൻ്റെ അവസ്ഥ എവിടെയാണെന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു ദുരിതത്തിലേക്ക് ഇന്ന് കാർഷിക മേഖല ഇന്ന് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ സമയക്കുറവ് മൂലം അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ കഴിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ്, പാലിന് ന്യായവില കർഷകർക്ക് ലഭിക്കണം. അത് സംഘങ്ങളെ നമ്മൾ ശാക്തീകരിക്കുന്നതിനൊപ്പം തന്നെ സംഘങ്ങൾ വഴി ന്യായവില കർഷകർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ല. തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം മന്ത്രി ചുമതലയെടുത്ത് അന്നു മുതൽ കേൾക്കുന്നതാണ്. അതിൻ്റെ വ്യാപനം ഒരു അർത്ഥത്തിലും മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പല അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് മാത്രമാണ് അവർക്ക് സംരക്ഷണം ലഭിക്കുന്നത്. ആ കർഷകർക്ക് മാത്രമാണ്. ഇൻഷുറൻസ് എടുക്കാത്ത എത്രയോ കർഷകരുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കോമ്പൻസേഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യവും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ഗവൺമെൻറ് അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. വാക്സിനേഷൻ്റെ കാര്യത്തിൽ
ഇത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉടലെടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഓടി വരും, അവിടെ നടന്ന് വാക്സിനേഷൻ നടത്തും. അങ്ങനെ വാക്സിനേഷൻ എടുത്തൊരു കാര്യമില്ലല്ലോ സാർ. സാർ ഏതെങ്കിലും രീതിയിൽ ഒരു അസുഖമുണ്ട്, ഇപ്പോൾ ലംബി സ്കിൻ ഡിസീസ്, ഇത് വളരെ ഗുരുതരമായ നിലയിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വ്യാപിക്കും എന്നുള്ളത് അറിയാമായിരുന്നിട്ട് പോലും അതിനാവശ്യമായ പ്രതിരോധ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ പരാജയമാവുന്നു എന്നുള്ളതാണ് ഞാൻ അക്കാര്യത്തിൽ സൂചിപ്പിച്ചത്. സാർ കോൺസ്റ്റിറ്റ്യൂൻസിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അവിടെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ എന്താണ് ഗവൺമെന്റ് അക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയെ അങ്ങ് സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ അവിടെ ഒരുപാട് പ്ലാന്റുകൾ, എത്രയോ കോടിക്കണക്കിന് തുക വിനിയോഗിച്ച് എത്രയോ ആധുനിക പ്ലാന്റുകൾ അവിടെ സ്ഥാപിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ പ്രൊഡക്ഷൻ എവിടെയാണ്? അതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ എന്താണ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിലെ പ്രോബ്ലം, അവിടുത്തെ എന്തുകൊണ്ട് അത് ആവശ്യത്തിനനുസൃതമായ മുന്നോട്ട് കൊണ്ടുവരാൻ അതിന് കഴിയുന്നില്ല, അവിടുത്തെ വീഴ്ചകൾ എന്താണ്, അതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ ധനാഭ്യർത്ഥനകൾ എതിർക്കുകയാണ്. താങ്ക് യു.